പെരുന്നാളിന് 2 ദിവസം മുമ്പ് പോയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പിന്നെ ആഷിമിന് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ഓൺലൈനിൽ മേടിച്ചതുകൊണ്ട് എനിക്ക് ഡ്രസ്സിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായില്ല. ആൻഡ് നമ്മൾ നേരെ പോയത് എറണാകുളത്തുള്ള കല്ലറയ്ക്കലിലേക്കാണ്. ആൻഡ് അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കമ്മലൊക്കെ കണ്ടിട്ട് കുറേ ഉണ്ട്, ഏതൊക്കെ എടുക്കണ്ടേന്ന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. അവിടുത്തെ കളക്ഷനൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് ഈ ഒരു ബാംഗിൾസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഇടാൻ തോന്നും ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഒരു കമ്മലൊക്കെ സെലക്ട് ആക്കിയിട്ട് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. അവിടെ ആഷിമിന് ഷർട്ട് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫാഷൻ സ്റ്റോറിലേക്കാണ് പോയത്. അവിടെ ഈദ് സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല. നമ്മൾ നേരെ ഷർട്ട് എടുക്കാനാണ് പോയത്. കാരണം ആ സമയത്ത് ഒരുപാട് ലേറ്റ് ആയിരുന്നു നമ്മൾ പോയപ്പോൾ. അങ്ങനെ നമ്മൾ ഷർട്ട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം ആഷിമിന് ഷർട്ട് നോക്കാനാണെങ്കിൽ കുറേ ടൈം വേണം. ആളെല്ലാം നോക്കിയിട്ടാണ് എടുക്കുള്ളൂ. പെട്ടെന്ന് ഷർട്ട് കിട്ടുന്നത് ഭയങ്കര പാടാണ്. അതിനിടയ്ക്ക് സാക്കിക്കുള്ള ടോയ്സൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ തപ്പലിന് ശേഷം ഗ്യാപ്പിൻ്റെ ഈ ഒരു ഷർട്ടാണ് ആൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഒറ്റ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ കുറച്ച് നേരം ഇരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം നല്ലവണ്ണം കാലുവേദന എടുക്കും. ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പോയത് അമീൻ്റെ കടയിലേക്കാണ്. അമീൻ ആഷിമിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ ഷോപ്പാണ് കുസാറ്റിലുള്ള ഡെസിക്കുപ്പോ. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ നിന്ന് കഴിക്കാറുണ്ട്. നമ്മളവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. ഞാനൊരു ചോക്ലേറ്റ് മഡ് ഷേക്കും ആഷിം ഒരു ലൈമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോൾ ചെന്നാലും ഓർഡർ ചെയ്യണതാണ് ഈ ഒരു ബർഗർ. ഇത് 99 റുപ്പീസ് ഉള്ളൂ. ആൻഡ് അത്യാവശ്യം നല്ല ഫില്ലിങ്സും ഉണ്ട് ഈ ഒരു ബർഗറിന്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് കാലിയാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.